വല്ലതും പഠിക്കണ്ട. എടാ ജോസേ, ഈ കിടാങ്ങളൊക്കെ നിന്റെ കൂടെ പഠിക്കണാണ്? ബെസ്റ്റ്. അവര് കന്യാസ്ത്രീ പട്ടത്തിന് പഠിക്കണോരാ. അവർക്കുള്ള എന്താ ക്ലാസ് ഉണ്ട് ഇവിടെ. ഓ, ആ ടീംസ് ആണ്. ജോസ്, നീ താഴ്ത്ത് വെയിറ്റ് ചെയ്യട്ടാ. താഴ്ത്ത് നിക്കടാ. എന്റെ ഈശോയെ, വല്ലാത്തൊരു ട്വിസ്റ്റായി പോയിട്ടാ. കന്യാസ്ത്രീ തീരുമാനിച്ച വേണ്ടാട്ടാ. മൂപ്പര് പറഞ്ഞവിടെ ഹൗസ്ഫുൾ ആണെന്ന്. നമ്മുടെ കർത്താവിന്റെ അവിടെ മണവാട്ടിമാര് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. മണവാട്ടിമാരിങ്ങനെ വാരിക്കൂട്ടാനായിട്ട് കർത്താവ് കൃഷ്ണനായിട്ട് കോമ്പറ്റീഷൻ ഒന്നുമില്ലോ. പിന്നെ ഈ കോഴ്സിന് പണ്ടത്തെ പോലെ സ്കോപ്പ് ഒന്നുമില്ലെന്ന്. വേറെ ലൈഫ് കിട്ടണ എന്തുട്ടെങ്കിലും നോക്കിക്കൂടെ? റൊമാൻറ്റിക് ആയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന്. ക്ലൈമാക്സിൽ നമ്മളിലേക്ക് ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കണ്ടോ? ഇവന്റെ പെണ്ണാളിലും കൊളായി. എന്റെ പെണ്ണും മിസ്സാവുന്ന തോന്നണേ. നമ്മളിപ്പോ തുല്യ ദുഃഖിതരായില്ലടാ വാവേ. നീ എന്നെ പ്രാവിയായിരുന്നോടാ വാവേ? അങ്ങനെ തോന്നിയോ? അപ്പൊ നീ പ്രാവിയല്ലടാ പഴുതാരെ. ബിന്ദു പിന്നെ വെച്ചിട്ട് കളിക്കണോക്കി. ബിന്ദു എന്തുട്ട് പൂത്തിരി വെച്ച് കളിക്കണേ? ഞാൻ പറഞ്ഞാൽ ഈ പറമ്പിൽ ഈ പരിപാടി നടക്കില്ലെന്ന്. എല്ലായിടത്തും മാറ്റണ. എടാ കണ്ടിന്യൂ ചെയ്തോട്ടാ. കാണിക്കണത് കാണുന്നില്ലേ? പറഞ്ഞ പോലെ പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇനി അഡ്മിഷൻ വേണ്ടെന്നേ, സ്കൂളാ പൂട്ടി. ഇപ്പൊ വരും. എന്തിനാണ്? ഇതാ ഒരു സ്റ്റുഡന്റ്, വേറെയും വരും. ഇനി ആരും വരണമെന്നില്ല. കേട്ടില്ലേ? ഇനി ആരും വരണമെന്നില്ല. എല്ലാരും പറഞ്ഞു അക്കടാങ്ങൾ പഠിച്ചോട്രാ. അപ്പൊ ഞാൻ ബ്ലിങ് ആവില്ലേ? ചേച്ചി, ഓ ഒരു മിനിറ്റ്. ഓ, നീ വന്നില്ലായിരുന്നെങ്കിലേ പൂട്ടേണ്ടി വന്നേനെ. അതെ, ഇത് ഡെയിലി നടക്കില്ലട്ടോ. ഇടയ്ക്കിടയ്ക്ക് മതി. നീ 2 റൗണ്ട് എടുത്ത് സ്ഥലം വിട്ടു. ടീച്ചറും തൊട്ട് ഡയലോഗ് അടിച്ച് ഫീസ് അടയ്ക്കുന്നവര് മുഷിപ്പിക്കണേ. പെട്ടെന്ന് തുടങ്ങുന്നു. ബിന്ദു ടീച്ചറെ. ബിന്ദു, നീ എന്തുടനെ ഇപ്പൊ വിളിച്ചേ? ജോർജല്ലേ വിളിച്ചേ? ഞാനല്ലേ വിളിച്ചേ. നീ എന്തിനാ ബിഞ്ചു ഹെഡേക്കാക്കില്ലട്ടാ? എന്തുട്ടാ ജോർജേട്ടാ? അലക്രാവിനെ പേഴ്സണലായിട്ട് പരിചയണ്ടാ? ഓ, അറിയാം. ആ കുട്ടീനെ ഈ കന്യാസ്ത്രീ അങ്ങനെ വല്ല പരിപാടികൾക്ക് നല്ല പ്ലാൻ ഉണ്ടാ? അതെ, ഇവളുടെ അനിയനെ കുറച്ചുനാൾ മുമ്പ് വിട്ടുമാറാത്ത ഒരു പനി വന്നു. അപ്പൊ അവളുടെ വല്യമ്മച്ച് നേർന്നതാ. പനി ഭേദായ അവളെ മടത്തി ചേർത്തോളാം. നമ്മുടെ നാട്ടില് കേരളത്തിലെ only 10 ബോയ്സിന് 8 ഗേൾസ് ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കാണാൻ കൊള്ളാവുന്ന ആമിട്ട് പെമ്പിള്ളേർ ഇങ്ങനെ തീരുമാനിച്ചതിന് ശരിയാവണേ. നീ എന്തൊക്കെ പറയണേ? അങ്ങോട്ട് മാറിന്നേ. എന്നാ വിട്ടുമാറ്റിക്കോ, അതിനാ പറയാ. സോറിട്ടാ മങ്ങളെ. അല്ല, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഉപദേശിക്കായിരുന്നില്ലേ? ഇതൊക്കെ ചെയ്തതാ. എന്നാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതാവണം ഇതാവണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അത് പറഞ്ഞപ്പോ അവള് പറയാ, അവളുടെ അമ്മച്ചി അവളോട് പറഞ്ഞൂന്ന്. ചെറുപ്പം മുതലേ ഒരു പെൺകുട്ടിക്ക് വേണ്ട ആ 3 കാര്യങ്ങൾ അവക്കില്ലാന്ന്. ചേച്ചി, ആ ഒരു മിനിറ്റ്. അല്ല, 3 ഉണ്ടല്ലോ അവിടെ. ഞാൻ 3 കണ്ടു. മനസ്സിന് മാച്ചളഞ്ഞേ. എന്തുട്ടാ എണ്ണണേ? മെറിലെന്ന് പറഞ്ഞ നിങ്ങളുടെ പെങ്ങളാണ്. എന്നാലും ജോർജ് ഇത് എന്തുട്ടെന്നാലും പെങ്ങള് അത് മനസ്സിലാ വച്ചോളൂട്ടാ. ഈ ജന്തുന്റെ പേരെന്തുട്ടാ? ബിന്ദു. ഓ, അതെ, ചോദിക്കണോണ്ടൊന്നും തോന്നരുതട്ടാ. എന്തേ? ഈ പെൺകുട്ടികൾക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്തിട്ടാണ്? കൊതി, മോഹം, വാശി. മനസ്സിലായില്ല? ആശ, ആഗ്രഹം, പ്രണയം. ഇത് തന്നെ ഞങ്ങളും പറഞ്ഞു. ലവ് പ്യാറ് കാതല്. മനസ്സിലായോ? നീ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു ജോർജ്. നിന്റെ മനസ്സിലെന്താണ്? പോയിണ്ട ചോറിടാക്കളെ. അതെ, ഒരു സ്റ്റോപ്പ് ഇട്ടോട്ടോ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒന്നങ്ങോട്ട് പൊക്കോളൂ. നമ്മുടെ വീട്ടിലേ കുഴിയിലേക്ക് കാല് നീട്ടിരിക്കുന്ന ഒരു എല്ലുപിടി തള്ളയില്ലേ? ഹൈ,
നമ്മുടെ വല്യമ്മച്ചി അവരെന്താ പറഞ്ഞതിന്റെ പേരില് ചില തീരുമാനങ്ങൾ എടുത്തോട്ട് ശരിയായില്ലട്ടാ. ബിന്ദു ടീച്ചർ പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് വേണ്ട 3 കാര്യങ്ങൾ തനിക്കില്ലെന്ന്. കൊതി, മോഹം, വാശി. ആ 3 കാര്യങ്ങൾ തനിക്കുണ്ടെന്ന് ഞാൻ തെളിയിച്ച താൻ പിന്നെ കർത്താവിന്റെ മണവാട്ടിയല്ല, ഈ ജോർജന്റെ മണവാട്ടിയാ. ഇനി ഇത് നിന്റെയൊക്കെ പെങ്ങളാട്ടാ. ഈ ആൽത്തറയില് ഇത്ര വലിയ ആൾക്കാരുന്ന സ്ഥലം എന്നറിയാം നിനക്ക്? യു മീൻ ലാലേട്ടൻ പാർവതി? ഹൈ, ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണത്. ഇതുപോലെ ആവണം നമ്മുടെ പറമ്പും. തൃശ്ശൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരാണത്. ഇതുപോലെ ഇടത്തിരിഞ്ഞയുടെ പ്രസ്റ്റീജ് ആവണം നമ്മുടെ പറമ്പും. മത്തായി പറമ്പിൽ അമ്പലം പണിയാമോ നീ? ഹൈ, അല്ല ഇഷ്ടാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ വരെയെന്ന് പറയില്ലേ? അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടോ നമുക്ക്? ഇന്നേ വരെ അല്ല, 2-3 ദിവസം മുമ്പ് വരെ ഒരു ലക്ഷ്യബോധം ഇല്ലാണ്ടിരുന്നതാ. അപ്പോഴാണ് നമ്മുടെ ജയിച്ചേട്ടൻ പറയാണ്, ആര്? നമ്മുടെ കർത്താവടാ, എടാ ജോർജെ, നിന്നെ ഭൂമിയിൽ കിട്ടുന്ന ഒരു എയിമുണ്ട് എന്ന് പറഞ്ഞ അവളെ അങ്ങോട്ട് കാണിച്ചു തരില്ലേ? അങ്ങനെ ശരിയാണ്. ആ കടാവിടെ കർത്താവിനെ മണവാട്ടി നടക്കണല്ലേ? അവൻ പോണല്ലുള്ളൂ, അതിനു മുമ്പ് എനിക്ക് കാണിച്ചു തന്നു. വയ്യ ഇത്രയും ബ്യൂട്ടിയുള്ള കുട്ടീനെ എനിക്ക് കാണിച്ചു തന്നിട്ട് എനിക്ക് അവിടെ തരാതിരിക്കോ തമ്പുരാൻ? ഞാൻ ബൈബിള് പഠിച്ചിരുന്ന കാലത്തുള്ള കർത്താവ് ആ ടൈപ്പല്ല. ഭയങ്കര സാക്രിഫൈസ് മൈൻഡടാ. ലവ് ഉണ്ട് ബ്രോ. എന്തൊട്ട് കാക്കനെ നോക്കിട്ട് ഹായ് കാണിച്ചേ? ഞാൻ കാക്കാനായതുകൊണ്ട് ആര് കേക്കണ്ടട്ടാ, പള്ളിയിലും പോവില്ല പീശ. ഹൈ, നമ്മടെ ഗഡിയല്ലിത്. ഇവിടെന്തുണ്ട് ഈ വഴിക്ക്? ജീസേട്ടാ, ഇതും ഒരു സൈനാണാ. നമ്മളിരുന്നപ്പോ ഇത്ര ഹൈറ്റ് ഫീൽ ചെയ്തില്ലല്ലോ. ഒരു ഗ്യാപ്പ് കിട്ടിയ ആൾത്തറൊക്കെ കയറി വളരുക. ശിവേട്ടൻ, നിങ്ങളും ജീസും വലിയ ഗഡികളാന്നറിയാം. അതുകൊണ്ട് പറയാ, നമ്മടെ കൂടെ നിന്നേക്കണം ട്ടാ. ചേട്ടാ, ഒരു നെല്ലിക്ക. കണ്ടിട്ട് കൊതി തോന്നുന്നുണ്ട് അല്ലേ? ആ 3 കാര്യങ്ങളിൽ ഒന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടാ. സംഗതി പോസിറ്റീവാണെന്ന് കാണിച്ചെന്നത് നിങ്ങളാണ് ജീസേട്ടാ. അപ്പൊ ഇനി ഞാൻ ഇവളെ അങ്ങോട്ട് വിട്ടുതരില്ലട്ടാ. തനി ഫ്രൂട്ട് ഒന്ന് വിട്ടുതരോ? ആ ഫ്രൂട്ട് ഒഴിച്ച് ബാക്കി എന്തും ഞാൻ വിട്ടുതരും. നീ പറഞ്ഞിട്ടാണ് അവിടെ ഈ ഏർപ്പാട്? അതേലോ. നീ ആരടാ? നീ എന്തുട്ടടാ വിചാരിച്ചേക്കണ? നിന്റെ അപ്പന്റെ പറമ്പാനടാ ഇവിടെ ഉണ്ടാക്കാൻ. എന്തിട്ട കൂട്ടുകാരന്റെ പേര്? ജോർജ് ജോർജ്. സോറി. വടക്കൻ ജോർജേ. ഞാൻ പീറ്റർ മത്തായി എന്ന് വെച്ചാ ദാ പ്രതിമയായിട്ട് നിൽക്കണ മത്തായിയുടെ മോൻ. അപ്പൊ ഈ പറമ്പ് എന്റെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അളക്കണോ കിളക്കണോ അതോ ബോംബ് വെച്ച് തകർക്കണോ തുണിയില്ലാണ്ട് ഇവിടെ കിടന്ന് ഓടണോ എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ. ഇന്ദുട്ട കാഴ്ച ഉണ്ടെക്കണേ അടിക്കട കുത്തി. ഞാൻ പറഞ്ഞൊന്ന് കേക്കണ ബഹളുണ്ടാക്കണ്ടേ? അതെ,
നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ബഹളം ഉണ്ടാക്കാനല്ല, ഓരോരുത്തരായിട്ട് കാര്യങ്ങൾ പറയാം, സമാധാനമായിട്ട് പറയാം. അച്ഛോ ഇയാള് മത്തയുടെ മോനാണെന്നുള്ളതിന് എന്തുട്ട് തെളിവ്? ഛേ, ഇനി മോനാണെങ്കിൽ തന്നെ ഇയാൾ ഇത്രയും കാലം എവിടെയായിരുന്നു? എല്ലാ തെളിവുകളും രേഖകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. നീ വലിയ വർത്താനം പറഞ്ഞാട്ടാ. എന്തൊട്ട് തേങ്ങയെന്നാ പറയണേ? കുറച്ച് പേപ്പർ എടുത്ത് മേശപ്പുറത്ത് വെച്ച തെളിവാവോ? ഒന്നടങ്ങടാ പീറ്ററെ. ഈ മത്തായി പറമ്പ് ഇത് നിന്റെ അപ്പം മത്തായി ഈ നാടിനും നാട്ടാർക്കും വേണ്ടി എഴുതി കൊടുത്ത പറമ്പാണ്. അന്നത്തെ പള്ളി കമ്മിറ്റിയെ ട്രസ്റ്റിയാക്കി നിന്റെ അപ്പൻ ഇഷ്ടദാനം എഴുതി കൊടുത്ത ആധാരം അസല് ദാ ഇവിടെ ഇരിക്കണ്ട്. ഈ ആധാരം അച്ഛനും മറ്റുള്ളവരും വായിച്ചു നോക്കിയിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പള്ളിക്ക് മേൽനോട്ടം മാത്രമാണെന്ന്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കാലശേഷം ഈ പറമ്പിന്റെ അവകാശം മകനായി എനിക്ക് തന്നെയാണെന്നല്ലേ. താൻ എന്തൊട്ട് ഒലക്കട മൂടാടോ പറഞ്ഞേ? ഇഷ്ടദാനം കൊടുത്ത മുതലെങ്ങനെ തന്റെ പേരിലാവണേ? എൻ്റെ പേരിലാണ്. പീറ്ററെ, നിന്റെ അപ്പൻ ഈ പറമ്പ് ഇഷ്ടദാനം എഴുതിയത് ഇവിടുത്തെ പൊതുകാര്യങ്ങൾക്കും പിന്നെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്പോർട്സിലും മറ്റൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാനുമാണ്. അച്ഛോ അതൊക്കെ ശരി തന്നെ. ഞാൻ സ്പോർട്സിനും ഗെയിംസിനും എതിരായിട്ടുള്ള ഒരാളല്ല. പക്ഷെ അതാണോ അവിടെ നടക്കുന്നത്? ആ കവലയിലുള്ള കുറെ കടകളിലെ ചപ്പൻ ചവറും അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. സ്കൂളിൽ പോകാത്ത കുറെ കുട്ടികൾ അവിടെ ഇരുന്ന് ബീഡി വലിക്കുന്നു, കളിക്കുന്നു. അത് മാത്രമല്ല കോളനിയിലുള്ള കംപ്ലീറ്റ് തുണികൾ അലക്കി ഉണക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നിടുന്നു. പിന്നെ ഒരു പണിയില്ലാത്ത കുറെ ചെറുപ്പക്കാർ എല്ലാ ദിവസവും രാത്രി വെള്ളടിക്കാനും അത് കഴിഞ്ഞ് ഛർദ്ദിക്കാനും വീടുകളിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അവിടെ വന്നിരുന്ന് തൂറാനും ഒക്കെ ആയിട്ടാണ് ആ പറമ്പ് ഉപയോഗിക്കുന്നത്. അയാൾ കോമൺ ആയിട്ട് പറഞ്ഞാ അത് നിന്റെ അപ്പം നമുക്കിട്ട് കണക്ട് ചെയ്യണുണ്ടോ? അത് മാത്രമല്ല അച്ഛാ, ഇവരെല്ലാം അവിടെ വന്നിട്ട് അതേ കേടി നമ്മുടെ ശക്തൻ തമ്പുരാന്റെ മക്കളോ കൊച്ചുമക്കളോ കസിൻസാ വന്നിട്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ഇവിടെ കുതിരേനെ കെട്ടിയിരുന്നാണ്. ഇപ്പൊ ആരുടെ ഇവിടെ ബസ് സ്റ്റാൻഡ് വെച്ച് കളിക്കണേ? ഞങ്ങക്ക് ഞങ്ങളുടെ സ്ഥലം തിരിച്ചാ വേണം എന്ന് പറഞ്ഞാ നമ്മള് തൃശ്ശൂരേര് സമ്മതിക്കൂ? തമാശക്ക് നന്നായിട്ടുണ്ട് അച്ചോ. സ്പോർട്സ് പരമായിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസും ആ പറമ്പിൽ നടക്കുന്നില്ല എന്ന് കാണിച്ചിട്ട് നിലവിലുള്ള കരാർ റദ്ദാക്കലിന് അധികാരം അതിന്റെ ഒരേ ഒരു അവകാശം നിലയ്ക്ക് എനിക്കുണ്ട്. അത് നിയമപരമായിട്ടോ അല്ലാതെ പിടിച്ചെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ അല്ലാണ്ട് നീ പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ പറമ്പിലാ ചെയ്യും. ഞാൻ തൊട്ട് കാണിക്കണെന്നൊന്ന് കാണണല്ലോ. ഞാൻ എന്നിട്ട് കാണിക്കണെന്ന് ഒരു വേലയും പണിയിലാണ് നടക്കണം. നിന്നോടൊന്നും പറയേണ്ട കാര്യമില്ല. നീ ഒന്ന് പോയടാ. വേലയും പണിയും കൂലിയിലെ നമ്മള് തരാടാ എനിക്കൊരു പണി. ഞങ്ങളുടെ സൗകര്യത്തിന് ആ പറമ്പിലിട്ട് തുപ്പും. സോറിട്ടങ്ങളെ ഞങ്ങളുടെ സൗകര്യത്തിന് തൂറും. ഇങ്ങനെ ഇരുന്ന് ചിലപ്പോ വാള് വെക്കും. നിനക്ക് സൗകര്യമായിട്ട് എന്തൊട്ട് ചെയ്യാൻ പറ്റുന്ന കാണിക്കടാ. നിങ്ങൾ ആരും എന്തൊട്ട് തേങ്ങ വെക്കിരിക്കണേ? എനിക്ക് കുടുംബത്തിൽ പോന്ന് നീ വാടാ. നീ ജോർജ് ഓരോരോ ജന്മങ്ങള് ഇവന്റെ ഒക്കെ തന്ത ആരാന്നുള്ള അച്ഛാ എന്റെ സംശയം. പീറ്ററെ, എന്താ അച്ഛാ? അത് ഞാനായി പോയിടും. ഞാൻ നിന്റെ പെർഫോമൻസ് വിചാരിച്ചു നീ അവിടെ പിടിക്കുന്നു. നീ ഒന്നും മിണ്ടാണ്ടിരിക്കണ പള്ള. ഈ മത്തായി പറമ്പിന്റെ പേരിൽ ഇനി ഒരു തെരുവ് നായ്ക്കളോട് ഒന്നും കുറയ്ക്കാൻ പാടില്ല. അതിനെന്തൊട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ. അതിനുള്ള പരിപാടിയൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ കയറിട്ടോ. ഞാൻ ഫ്രണ്ട് ഇരിക്കും. ആര് ഫ്രണ്ടിൽ കയറിയില്ല അവൻ ഡീസൽ അടിച്ചോളാം. എന്നെ ഇവിടെ ആളിറങ്ങണോട്ടാ. പതുക്കെ പതുക്കെ. നീ ഇവിടെ വലത്തോട്ട് പതുക്കെ വളച്ചോ വളച്ചോ. വളക്കണ നമ്മളേറ്റു ഒന്ന് സ്റ്റോപ്പട്ടെ. നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഞങ്ങൾ കൂട്ടുകാരും കൂടി ഒരു ഗംഭീര പരിപാടിയോട് നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളിവിടെ ഇട്ടിട്ട് കളിച്ചോണ്ടിരിക്കുക. അവിടെ എന്തൊട്ട് പരിപാടി നടക്കണേ? ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഈ മത്തായി പറമ്പിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ച തെരുവ് നായ്ക്കളുടെ വന്ധ്യകരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ശരി. അപ്പൊ അതാണല്ലേ പരിപാടി? പിന്നല്ലാണ്ട് ഈ നാടിന് വേണ്ടി നാട്ടുകാർക്ക് മര്യാദ കിടക്കാനും ഈ ജോർജ് മത്തായിപ്പറമ്പിൽ എന്നും ഉണ്ടാവും. എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുന്ന ജോർജിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എത്രയും വേഗം ജോർജ് വന്ധ്യകരണത്തിനായി വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. സത്യമായിട്ട് എനിക്കല്ലട്ടാ, ഡോഗ്സിന് വേണ്ടിട്ടാണ്, കട്ടിങ് സെറമണിക്ക് വേണ്ടിട്ടാണ്. വന്ന് സഹകരിച്ച് വിജയിപ്പിച്ചോളൂട്ടാ. പട്ടികളെ സംരക്ഷിക്കാൻ നടക്കുന്ന ചില പട്ടിക്കാട്ടങ്ങളെ കുറിച്ച് അവരുടെ മുഖത്തുള്ള ഒരു കനത്ത പ്രഹരം കൂടിയാണ് ഈ പരിപാടി എന്ന് ഞാൻ പറയുകയാണ്. ഇതാണ് മത്തായി സംഘങ്ങളുടെ മത്തായി പറമ്പ്. കുറെ കാലായി ഉണ്ടാവും നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്. നല്ല ബീഫും പൊറോട്ടയും ഉണ്ട്, കഴിച്ചോളി. ബീഫ് കഴിക്കൂലേ? ഇവറ്റകളെങ്ങനെ പുറത്തിയാടി പട്ടിക്ക് വരെ ബീഫ് കഴിക്കാനാണ്. എന്നെ പട്ടി കടിച്ചേ. ജോർജ്
എന്നാ കുടി. ജാമ്യം കിട്ടിയില്ലേ? ശരിക്കും ഇങ്ങനത്തെ കേസിനൊക്കെ 2 മാസങ്ങളിൽ റിമാൻഡ് ചെയ്യല്ലോ. ഇതെന്തേ സംഭവിച്ചേ? എങ്ങനെയാ കഴിച്ചില്ലായത്? എന്തുട്ട്? അല്ല, ഈ പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിലെ പട്ടി വരെ ഹാപ്പിയല്ല. ഏത് പട്ടിയും കടിച്ചു. ഒരു പട്ടിയും കടിച്ചില്ലേ ഞാൻ കടിക്കണം എന്ന് വിചാരിച്ചാ. നീ ഒന്ന് പോമോ? പരിപാടിയുടെ പപ്പട പരിപാടി തന്നിട്ട് അതിന് മത്തായി പറമ്പ് ഫേമസ് ആയില്ലേ? ഞാൻ ഇതോട് ഒഴിച്ചാണ്ടല്ലോ. ഒഴിച്ചാ ഞാൻ പറ്റില്ല ചെയ്തു. ജോസഫേട്ട, അതിൻ്റെ അകത്ത് കുറെ പൈസ വന്നിട്ട് എടുത്തിട്ട് വേഗം വരും, ഞാൻ ഉണ്ടപ്പോയി ഉണ്ടാക്കാം. എലിയെ പേടിച്ച് ഇല്ലം ചുട്ടു. ഈ പറമ്പിൽ ഇത് വേണ്ടിയിരുന്നില്ല കേട്ടാ ജോർജേ. കയ്യിന്ന് പോയല്ലോ. ഇത് കയ്യിന്ന് പോയല്ലോ കർത്താവേ. എന്താ പറയാ, ഗാന്ധിജിയുടെ നെൽസൺ മണ്ടേലയുടെ ഒക്കെ ഒരു കാര്യം. അവരുടെ മാനസികാവസ്ഥ എനിക്ക് ഇപ്പഴ പിടികിട്ടിയത്. ആൾക്കാർക്ക് വേണ്ടി ഓരോ ഉപകാരം ചെയ്യാൻ ഇറങ്ങുക, എന്നിട്ട് ജയിലിലാവുക. എന്നാ നാട്ടുകാർക്ക് അതിന്റെ വല്ല സ്മരണയുണ്ടോ? അതുമില്ല. നമ്മുടെ മത്തായി പറമ്പിന് അവകാശം പറഞ്ഞ് ചെലവന്മാര് വന്നു, കൊടുത്തില്ല ജോർജ് 8ന്റെ പണി. നൈസായിട്ട് പാളി പോയെങ്കിലും പുതിയ ഐഡിയസ് ഉണ്ട് വേലേട്ടാ. പിന്നെ ബിന്ദു ടീച്ചറിനോട് പറഞ്ഞോളൂ കേട്ടോ, ഡ്രൈവിംഗ് സ്കൂൾ എത്ര കാലം വേണമെങ്കിലും പഠിച്ചോളാൻ. ഒന്നും മിണ്ടല്ലോ. എന്നാ കേട്ടോ, ഞാൻ ഷോർട്ട് ഓടിച്ചിട്ട് പിന്നാലെ വരാം. ജോർജ്, എന്തുട്ട് വിളിച്ചേ? അന്ന് പള്ളിയിൽ വെച്ച് കണ്ടതിന് ശേഷം ഇപ്പോഴേ തൊള്ളില് സൗണ്ട് ഉണ്ടെന്ന് അറിയണേ. ഇത്ര നാള് പിന്നാലെ നടന്നിട്ടും ആദ്യമായിട്ടാ ഇങ്ങനെ ജോർജ് എന്ന് വിളിക്കണേ. ജോർജ് വല്ലാണ്ട് ഹാപ്പിയായി. ഒന്നും കൂടി വിളിക്കൂ. ജോർജ്, ഓ ജോർജ് ഇത്രയും നാളെന്റെ പിന്നാലെ നടന്ന ഞാൻ ഒന്നും പറയില്ല. ആണുങ്ങൾ പെണ്ണുങ്ങളെ പിന്നാലല്ലേ നടക്കുള്ളൂ. അത് പോയിന്റ്. ഇങ്ങനെ നടന്നാൽ മാത്രം പോരല്ലോ ജോർജിന്. ഒരു തീരുമാനം അറിയണ്ടേ? വേണ്ടേ? പിന്നെ പോയിന്റ്. വെരി ഗുഡ്. എന്റെ മനസ്സിപ്പോ ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുകയാണ് ജോർജ്. അത് മറ്റൊന്നിലേക്ക് ആകണമെങ്കിൽ എനിക്കും കൂടി തോന്നണ്ടേ? അത് തോന്നാൻ തക്ക എന്തെങ്കിലും ഒരു കാരണം കൂടി വേണ്ടേ? ഒരു പെണ്ണിന് വേണ്ട 3 കാര്യങ്ങൾ എനിക്കുണ്ടെന്ന് തെളിയിക്കാൻ നടക്കുന്ന ജോർജ്, ഒരു ആണിന് വേണ്ടത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആണിനിപ്പോ അന്തസ്, സ്വാഭിമാനം, ഒരു പെണ്ണിന് ധൈര്യവും വിശ്വാസം പകർന്നു കൊടുക്കുന്ന ആണത്വം, ഇതെന്തെങ്കിലും ഉണ്ടോ ജോർജിന്? മാർത്തോമ പള്ളിയിൽ കുർബാന കൂടാൻ വരുന്നവരോട് അവിടുത്തെ പള്ളിയിൽ അച്ഛൻ, ജോർജിന്റെ അപ്പച്ചനെ, എന്റെ മോനൊരു പട്ടിപിടുത്തക്കാരനായി എന്ന് വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ടോ? ഉണ്ടേ കൊള്ളാം. ഒന്നുമില്ലെങ്കിലും താൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്, അതെങ്കിലും മിനിമം വേണം ഒരു മനുഷ്യന്. കോമൺ സെൻസേ. ഇതൊന്നുമില്ലാണ്ട് ഇങ്ങനെ വായി നോക്കി പുറകെ നടന്നോളൂ. കഷ്ടം. ഇതൂമേട്ടെന്നിരുന്നാ മതിയായിരുന്നു. തുറക്കാത്ത തൊള്ള തുറന്നപ്പോ തൃശ്ശൂർ പൂരം പേടിക്കണ്ട കൂട്ടപ്പൊരിച്ചില് പോലെ. ആകെ ഒരു പോക. ഒന്നും വേണ്ടായിരുന്നു. അവളുടെ മുമ്പിൽ കംപ്ലീറ്റ് ഇമേജ് കളഞ്ഞത് പട്ടിപ്പരിപാടിയാ. പീറ്ററിനോടുള്ള ചൊറിച്ചിൽ തീർക്കാനുള്ള പരിപാടി കണ്ടിട്ട് നമ്മുടെ ജോസഫേട്ടൻ വരെ വളരെ നോർമലായിട്ട് റിയാക്ട് ചെയ്തു. അത് ശരിയാ ജോർജ്, ആ പരിപാടി നിന്റെ ക്യാരക്ടറിന് ചേരാത്തൊരു ചടച്ച പരിപാടിയായി പോയി. ഭയങ്കര ബോറായി പോയി. എല്ലാരും കൂടി ഐഡിയ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഇപ്പൊ എന്റെ മക്കിട്ട് കയറണ ഡാഷ് ഡാക്കളെ. പട്ടിപിടുത്തം കഴിഞ്ഞപ്പോ മീൻപിടുത്തായോ? അതെ. എന്താ കൂടണ്ട? എൻ്റെ അപ്പൻ്റെ അഭിമാനമായിരുന്ന ഈ മത്തായി പറമ്പ് നിങ്ങളൊരു പട്ടിപ്പറമ്പാക്കിയില്ലേ? ആ പ്രതിമ കൂടി അങ്ങോട്ട് തല്ലിപ്പൊട്ടിച്ചോളാ ജോർജ്. അതോടുകൂടി നിന്റെ പ്രശ്നം തീർന്നില്ലേ? എൻ്റെ അപ്പൻ കളിക്ക് വേണ്ടി കൊടുത്ത ഈ പറമ്പ് വെറുതെ ഇങ്ങനെ കാട് പിടിച്ച് നശിച്ചു കൊണ്ടെന്ന് കേട്ടപ്പോൾ അപ്പൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്തുണ്ടെങ്കിലും ചെയ്യണമെന്ന് കരുതി വന്നാണ് ഞാൻ. പിന്നെ നിങ്ങളന്ന് ഒരു കാര്യമില്ലാണ്ട് വന്ന് അങ്ങനെ ഒരു ഷോ ഇട്ടപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പോലിപ്പിച്ചേ ഉള്ളൂ. ആ കാണുന്നത് നിങ്ങൾക്ക് വേറൊരു പ്രതിമയായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ അപ്പനാ. ആ സ്ഥാനത്ത് നിങ്ങളുടെ ആരെങ്കിലും അപ്പനാണെങ്കിലാണ് നിങ്ങൾക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവാത്തിടത്തോളം കാലം എൻ്റെ അപ്പൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഈ പറമ്പ് ഇങ്ങനെ ഗതി കിട്ടാത്തൊരു പറമ്പായിട്ട് അങ്ങോട്ട് കിടന്നിട്ട് മത്തായി പറമ്പിൻ്റെ ആധാരവും ഇഷ്ടദാനാധാരവും ഇതിലുണ്ട്. നിങ്ങളെന്താ ചേച്ചി?